കണി കാണും നേരം കമല നേത്രന്റെ വീണ്ടും ഒരു വിഷുവോടെ വന്നു കഴിഞ്ഞു. ഈ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ശരിക്കും പറഞ്ഞാൽ വിഷു ഏപ്രിൽ 14 വരുന്നത്. ഏപ്രിൽ 14 അല്ലെങ്കിൽ ഏപ്രിൽ 15. ഇപ്രാവശ്യം ഏപ്രിൽ 15. മലയാള മാസം മേടമാസം 1-ാം തീയതിയാണ് വിഷു വരുന്നത്. ഇന്ന് മേടം 1 പക്ഷെ നാളെയാണ് ശരിക്കുള്ള വിഷു. വിഷു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം ഈക്വൽ, സമം, രാവും പകലും ദൈർഘ്യത്തിൽ ഒരേപോലെ വരപ്പോഴാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ അത് സംസ്കൃത ഭാഷയായ വിശ്വം എന്ന പദത്തിൽ നിന്നാണ് വിഷു എന്ന വാക്ക് വന്നത്. നമ്മൾ 3 കാര്യങ്ങളാണ് നമ്മൾ വിഷുവിന് ആഘോഷിക്കുന്നത്. ഒന്ന് വിഷുക്കണി, രണ്ടാമത് വിഷു കൈനീട്ടം, മൂന്നാമത് സദ്യ. വിഷു സദ്യ ഇല്ലാതെ വിഷു പൂർണ്ണം ആവുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു മിത്തോളജി എന്ന് പറഞ്ഞാൽ ലോർഡ് കൃഷ്ണ രാക്ഷസനായ നരകാസുരന്റെ മുകളിലുള്ള വിജയത്തെയാണ് കാണിക്കുന്നത്. വെച്ചാൽ ദ ഡിഫീറ്റ് ഓഫ് ഗുഡ് ഓവർ ഈവിൾ, അതാണ് ഇതിന്റെ മിത്തോളജി എന്ന് പറയുന്നത്. AD 844 845 ഈ വർഷമാണ് ഇത് വിഷു ആഘോഷം തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വിഷുവിൻ്റെ പ്രധാന 3 അട്രാക്ഷൻസാണ്, അല്ല ആഘോഷമാണ് വിഷുക്കണി. വിഷുക്കണി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെമ്പ് ഉരുളിയിൽ ഈ വിഷുവിനെ പ്രതിനിധീകരിക്കുന്ന കണിക്കൊന്ന മഞ്ഞപ്പൂവിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് സ്വർണ്ണ കളറാണ്. പ്രോസ്പിരിറ്റിയെയും ഇതിനെ സൂചിപ്പിക്കുന്നതാണ് കണിക്കൊന്ന. അപ്പോൾ ചെമ്പ് ഉരുളിയിൽ അരി, മഞ്ഞ, വെള്ളരി, ഫ്രൂട്ട്സുകൾ ഇതെല്ലാം ഒരുക്കി വെച്ചിട്ട് രാവിലെ 2 കണ്ണും പൊത്തി വന്ന് നമ്മൾ ഈ വിഷുക്കണി കാണുന്നു. രണ്ടാമത് വിഷു കൈനീട്ടം. കുടുംബത്തിലുള്ള കാരണവർ യങ്സ്റ്റേഴ്സിന് ഒരു പൈസ നമ്മൾ വിഷു കൈനാട്ട് കൊടുക്കും. അത് ആ കുടുംബത്തിൻ്റെ ബോണ്ടിങ്ങും കാണിക്കുന്നതാണ്, പിന്നെ ആ പ്രോസ്പെറിറ്റിയും കാണിക്കുന്നു. മൂന്നാമതാണ് ഞാൻ പറഞ്ഞത് വിഷു സദ്യ. അത് വിഷു സദ്യ ഇല്ലാതെ നമ്മൾ വിഷു പൂർണ്ണ ആവില്ല. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പ്രത്യേക സാഹചര്യം, ഈ സാഹചര്യം കടന്നുപോകും, ഈ സമയവും കടന്നുപോകും. യെസ്റ്റർഡേസ് ആർ ഫിനിഷ്, ടുമാറോസ് ആർ നോട്ട് പ്രോമിസ്ഡ്. ഡെക്കറേറ്റ് യുവർ ടുഡേ, എൻജോയ് ദ ഫെസ്റ്റിവൽസ്. എല്ലാ ഫെസ്റ്റിവലും ആഘോഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ സമയം കടന്നുപോകും, ഒരു മഴയും പോരാതെ നിൽക്കില്ല. അപ്പോൾ വിഷു ആഘോഷിക്കുക. വിഷുക്കണി, വിഷു കൈനീട്ടം, വിഷു സദ്യ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും കൂടി എൻ്റെ മനം നിറഞ്ഞ വിഷു ആശംസകൾ. താങ്ക് യു വെരി മച്ച്.